അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ 2024 നടന്ന സ്കോളർഷിപ്പ് എക്സാമിനേഷൻ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. നമുക്ക് ചെയ്യാനുണ്ടാവുക OMR ഷീറ്റാണ്. OMR ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും എന്ന് മനസ്സിലാക്കുന്നു. വേണമെങ്കിൽ വീഡിയോ ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച സ്വഹാബി ആരാണ്? ആൻസർ സി ആണ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുല്ലാഹ്. മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? ആൻസർ എ ആണ്. ആൻസർ എ, മതവിഷയങ്ങളിൽ യോഗ്യതയുള്ളവർക്ക് ഇജ്തിഹാദ് നടത്തുന്നതിന് തെളിവാണ്. ആൻസർ എ ആണ്. മൂന്നാമത്തേത്, ഷെയ്ഖ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായത്. ആൻസർ ബി, ഹിജ്റ 578. 4, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ അലീം. ഈ ആയത്തിൻ്റെ ആശയത്തിൽ പെടാത്ത വസ്തുത. ആൻസർ ഡി, അള്ളാഹുവിന് സഹായികളുണ്ട്. ആൻസർ ഡി ആണ്. അഞ്ചാമത്തെ, സ്വപ്ന വ്യാഖ്യാനം മുഅ്ജിസത്ത് നൽകപ്പെട്ട പ്രവാചകൻ. ആൻസർ ബി, യൂസുഫ് നബി അലൈഹിസ്സലാം. 6, അൽ ഹുറൂഫുൽ ഹിജായിയയിലെ 29ാമത്തെ അക്ഷരമായി കണക്കാക്കപ്പെടുന്നത്. ആൻസർ എ ആണ്, അലിഫ് ലാം. 7, അസ്മാഉൽ ഹുസ്ന മനപ്പാടമാക്കിയവർക്ക് ലഭിക്കുന്ന നേട്ടം. ആൻസർ സി ആണ്, സ്വർഗപ്രവേശനം. 8, ത്വയ്ഫൂർ ബിനു ഈസ എന്ന യഥാർത്ഥ നാമമുള്ള മഹാൻ അതാരാണ്? ആൻസർ ഡി, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. 9, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂനിലെ മദ്ദിൻ്റെ വിധി എന്ത്? എത്ര നീട്ടണം? ആൻസർ എ ആണ്, നിർബന്ധം. മദ് നിർബന്ധമാണ്. 3 അലിഫിൻ്റെ ദൈർഘ്യം എന്ത് ചെയ്യണം? നീട്ടണം. ഇനി 10ാമത്തേത്, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശുചിത്വ ശീലം. ആൻസർ സി ആണ്, ദന്തശുദ്ധീകരണം. 11, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോകുമ്പോൾ മാതാവിന് വേണ്ടി നടത്തിയിരുന്ന പ്രാർത്ഥന. ആൻസർ ബി, റഹിമകില്ലാഹു കമാ റബ്ബൈതനി സഗീറ. 12, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം. ആൻസർ സി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സമ്പൂർണ്ണമാണ്. 13, എൻ്റെ സന്താനങ്ങളിൽ ഒരാൾ മുഖേന ഈജിപ്ത് രാജാവിൻ്റെ നാശം സംഭവിക്കും. ഇങ്ങനെ പ്രവചിച്ചത്. ആൻസർ ബി ആണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 14, നബിമാർക്ക് ജായിസായ കാര്യങ്ങളിലൊന്ന്. ആൻസർ എ ആണ്, ന്യൂനതയില്ലാത്ത ചെറുരോഗങ്ങൾ. 15, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. നബി വചനത്തിൻ്റെ ഗുണപാഠം. ആൻസർ സി ആണ്, നീ ഖനാഅത്ത് ഉള്ളവനായിരിക്കുക. 16, നാവിൻ്റെ അരിവും മേലെ അണപ്പല്ലുകളും ഉച്ചാരണ സ്ഥാനമുള്ള അക്ഷരം. ആൻസർ ഡി ആണ്, ലോദ്. 17, നജസായ വസ്ത്രം കഴുകിയ ശേഷവും ശുദ്ധിയാകാതിരിക്കുന്ന ഒരു അവസ്ഥ. ആൻസർ ഡി, നജസിൻ്റെ അടയാളം നിലനിൽക്കുക. 18, വിശുദ്ധ ഖുർആനിലെ അവസാനം ഇറങ്ങിയ ആയത്ത്. ആൻസർ സി ആണ്, സൂറത്തുൻ നസ്റിലെ 1 മുതൽ 3 വരെയുള്ള ആയത്ത്. 19, വമൻ യബിഉ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. പദ്യവരിയിൽ സംക്ഷിപ്ത ആശയം. ഏതാണ് ആശയം? ആൻസർ ഡി ആണ്, ഇഹലോക ജീവിതം കച്ചവടം പോലെയാണ്. ഇഹലോക ജീവിതം ഏതുപോലെയാണ്? കച്ചവടം പോലെയാണ്. ഇനി അടുത്തത് 20ാമത്തേത്, ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ പ്രധാന ദുസ്വഭാവം എന്തായിരുന്നു അത്? ആൻസർ ഡി ആണ്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തൽ. 21, മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ബനു ഇസ്രായേലിലേക്ക് നിയുക്തനായ ഒരു പ്രവാചകൻ. ആൻസർ സി, ശംവീൽ അലൈഹിസ്സലാം. സി ആണ് ആൻസർ ശംവീൽ അലൈഹിസ്സലാം. 22, പാരായണ ശേഷം അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയേണ്ട സൂറത്ത്. ആൻസർ എ, സൂറത്തുൽ മുൽക്ക്. 23, നിസ്കാരത്തെ സമയത്തിൻ്റെ അവസാനത്തേക്ക് പിന്തിക്കുന്നവർ നിസ്കാരം മുഴുവനും സമയത്ത് തന്നെ ആകാൻ വേണ്ടി
എന്താ ചെയ്യേണ്ടത്? ആൻസർ എ, നിസ്കാരത്തിൻ്റെ ഫർദുകൾ മാത്രം ചെയ്ത് തീർക്കൽ സുന്നത്താണ്. 24 ഖുർആൻ പാരായണം സ്വഹീഹാകാൻ ആവശ്യമായ ഘടകങ്ങളിൽ പെടാത്തത്. ആൻസർ ഡി, ശബ്ദമാധുരി ഉണ്ടാവുക എന്നുള്ളത്. 25 ഒരു മുജ്തഹിദായ പണ്ഡിതൻ ക്രോഡീകരിച്ച മതവിധികളുടെ സമാഹരണത്തിൻ്റെ പേര്. ആൻസർ എ, മദ്ഹബ്. 26 ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായ സ്ഥലം. ആൻസർ ബി, ബൈത്തുൽ മുഖദ്ദസ്. 27 റാഷിദ് നിസ്കാരത്തിനിടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയോ എന്ന് സംശയിച്ചു. ആൻസർ സി, നിസ്കാരം ബാത്തിലാണ്, മടക്കി നിസ്കരിക്കുക. 28 അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് 7 വർഷം ബാങ്ക് വിളിച്ചവന് ലഭിക്കുന്ന പ്രതിഫലം. ആൻസർ ഡി ആണ്, നരകത്തിൽ എത്താതിരിക്കൽ. 29 ആദ് സമൂഹത്തിൻ്റെ വാസസ്ഥലം. ആൻസർ എ, യമനിലെ അഹ്ഖാഫ്. 30 ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറത്തുഹു. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ആൻസർ ബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. 31 ഐസ് വെള്ളമായി മാറുമ്പോൾ ഏത് തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? ആൻസർ എ, ഭൗതിക മാറ്റം. 32 ആരെയാണ് സർപഞ്ച് എന്ന് വിളിക്കുന്നത്? ആൻസർ സി, പഞ്ചായത്ത് തലവന്. 33 ലന്താന കാമറ. ആൻസർ എ, ഒരു ചെടി. ആൻസർ ബി ആണ്, ആൻസർ ബി ആണ്, ഒരു ചെടിയാണത്. ആൻസർ ബി ആണ് കേട്ടോ. 33ാമത്തേന് ആൻസർ ബി, ഒരു ചെടി. ഇനി അടുത്തത് 34 സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ആൻസർ എ, പാലക്കാട്. 35 പല്ലവരുടെയും ചാലുക്യരുടെയും തലസ്ഥാനമേത്? പല്ലവരുടെയും ചാലുക്യരുടെയും തലസ്ഥാനമേത്? ആൻസർ ബി, കാഞ്ചീപുരം. 36 നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ കാണിച്ചിരിക്കുന്ന മൃഗങ്ങൾ ഏതാണ്? ആൻസർ ബി, സിംഹം. 37 ഇനി പറയുന്നവയിൽ ഏറ്റവും പഴയ വേദം ഏതാണ്? ആൻസർ ഋതുവേദം. സി ആണ് ആൻസർ. 38 മെഹ്റൗലിയുടെ ഇരുമ്പ് സ്തംഭം ഏത് നഗരത്തിലാണ്? ആൻസർ ഡി, ഡൽഹി. 39 നീളത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ എ, മീറ്റർ. 40 സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ബാർ മാഗ്നറ്റ് ഉള്ളത്. സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ബാർ മാഗ്നറ്റ് ഉള്ളത്. ആൻസർ എ, വടക്ക് തെക്ക് ദിശകൾ. 41 ലോകാരോഗ്യ സംഘടന ഏത് അവസ്ഥയെ ഗുരുതരമായ ആഗോള ആരോഗ്യ ഭീഷണിയായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്? ആൻസർ എ, ഏകാന്തത. 42 കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? ആൻസർ സി, മുഴപ്പിലങ്ങാട് ബീച്ച്. ആൻസർ സി ആണ്, മുഴപ്പിലങ്ങാട് ബീച്ച്. 43ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് റൈറ്റ്? റൈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയുന്നത് നിസ്സംശയം നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. റൈറ്റ് എന്നുണ്ട്, റിട്ടൺ എന്നുണ്ട്, റോട്ട് എന്നുണ്ട്, അതുപോലെ റൈറ്റിംഗ് എന്നുണ്ട്. ഏതാണ് ഉത്തരം? ഉത്തരം ഒന്നുമില്ല, ചിന്തിക്കാനൊന്നുമില്ല. ഉത്തരം സി ആണ് കേട്ടോ, റോട്ട് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഫോർ ആംഗ്രി? ആംഗ്രി എന്നുള്ളത് പറഞ്ഞാൽ എന്താ? ദേഷ്യപ്പെടാന്നുള്ളതല്ലേ. അതിൻ്റെ സിനോണിം വേർഡായിട്ട് താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. ഹാപ്പി ഏതായാലും വരുമോ? വരൂല. ആംഗ്രീൻ്റെ എങ്ങനെ ഹാപ്പി ആവണു? അല്ലല്ലോ. അതേപോലെ ജോയ്ഫുൾ, പിന്നെ എൻജോയ് ചെയ്യുക, ജോയ്ഫുൾ ആവുക, അതൊന്നുമല്ല. ഉത്തരം ഡി ആണ് കേട്ടോ, സി ഏതായാലും അല്ല, ഫ്യൂരിയസ്. ഈ 45ാമത്തെ, വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ടൂത്ത്? ടൂത്ത് എന്നതിൻ്റെ പ്ലൂറൽ ഫോം എന്താണെന്ന് നമുക്കറിയാം. സിംഗുലർ ഫോമാണ് ടൂത്ത് എന്നുള്ളത്. അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണെന്നുള്ളതാണ്. ഉത്തരം എന്താണ്? ടൂത്തിൻ്റെ പ്ലൂറൽ ഫോം ടീത്ത് എന്നുള്ളതാട്ടോ. ഈ 46ാമത്തെ, വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഗോ? ഗോ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ് എന്നുള്ളത്. ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോവുക എന്നുള്ളത്.
ഒയ് എന്നുള്ളത് അർത്ഥം വരുന്നത് എന്താണ്? ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, വെൻ്റ് എന്നുള്ള കേട്ടോ. ഡി ആണ് വെൻ്റ് എന്നുള്ളത്. ഇനി 47ാമത്തത് 1500-നെ 1.5 കൊണ്ട് ഹരിച്ചതിന് ശേഷം കിട്ടുന്ന ഉത്തരത്തെ 2.5 കൊണ്ട് ഹരിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഡിവിഷനാണ്, ഡിവൈഡിങ് ആണ്. ഫസ്റ്റ് നമുക്കറിയാം ബോർഡ് മാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവരും മറക്കാതിരിക്കുക. ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഇങ്ങനെ ഒരു കണക്ക് തന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റിൽ കൊടുത്തത് ആദ്യം എന്ത് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻ ആദ്യം കണ്ടെത്താം. അതായത് ഇങ്ങനെ തന്നാൽ 1500-നെ 1/1.5 കൊണ്ട് എന്ത് ചെയ്യുക, ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടും? ആ ഉത്തരത്തിനെ വീണ്ടും എന്ത് ചെയ്യുക, 2.5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 400 എന്നുള്ള കിട്ടുക. ആണെങ്കിൽ നീ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ചെയ്യാൻ സമയമല്ല. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 48ാമത്തെ ക്വസ്റ്റ്യന് 4 × 10 × 12 × 0 × 5 × 10 × 14 ഡാഷ് എന്നുള്ളതാണ്. കൂട്ടി കുറച്ചാലൊക്കെ വന്നാൽ 0 വന്നോ പിന്നെ അതിൽ ഉത്തരം 0 തന്നെ ആയിക്കാരം. നിസ്സംശയം 0 കണ്ടാൽ ഉടനടി ഉത്തരം എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുത്ത കണക്കിൽ 0 എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉത്തരം 0 ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. ഉത്തരം D 0 ആണ്. ഇനി വീണ്ടും ഇതാ 9999 നിന്ന് 999 കുറച്ച്, പിന്നെയും 99 കുറച്ച്, പിന്നെയും 99 കുറച്ചാൽ ഉത്തരം എന്തായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് നോക്കുക. ഉത്തരം B ആണ് കിട്ടുക. 8892 എന്നുള്ള ഉത്തരം കിട്ടുക. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്രൈം നമ്പർ? അഭാജ്യ സംഖ്യ എന്നുള്ള എല്ലാവർക്കും അറിയണതാണ്. അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യാം, 37 എന്നുള്ളത് ഒരു അഭാജ്യ സംഖ്യയാണ്. അങ്ങനെ നോക്കിയാൽ മതി ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യ എന്ന്. ജസ്റ്റ് ഗൂഗിൾ നോക്കിയാലും അങ്ങനെ കാണാം. ഒന്നാമത്തെ നമ്പർ മുതൽ ഇങ്ങോട്ട് ഏതൊക്കെയാണ്. 37ൻ്റെ അടിയിൽ വേറെയും ചില നമ്പറുകളൊക്കെ അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പർ എന്ന് പറയും. ഇതോടെ ചോദ്യപേപ്പറുകൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും സ്കോളർഷിപ്പ് നേടുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.